എല്ലാവർക്കും സ്വാഗതം. +1 കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്ററായ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിലെ ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പൊ ഇതില് ചാപ്റ്ററിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണം, സിമ്പലുകൾ എങ്ങനെ എഴുതാം, അല്ലെങ്കിൽ യൂണിറ്റുകൾ എങ്ങനെ, പിന്നെ ഹോമോജീനിയസ് മിക്സ്ചർ എന്താണ്, ഹെറ്ററോജീനിയസ് മിക്സ്ചർ എന്താണ്, എലമെന്റ് ആരാണ്, കോമ്പൗണ്ടുകൾ ആരാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച് മനസ്സിലാക്കിയ ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത് കൂടാതെ വരുന്ന ചില കാര്യങ്ങൾ ഇന്ന് ഞാൻ സംസാരിക്കാം. അപ്പൊ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കെമിസ്ട്രിയുടെ ബേസിക് എന്നറിയപ്പെടുന്ന 4 പ്രധാനപ്പെട്ട ലോസിനെ പറ്റിയാണ്. ലോസിനെ പറ്റിയാണ്, നിയമങ്ങളെ പറ്റിയാണ്. അപ്പൊ ഈ നിയമങ്ങൾ കെമിസ്ട്രിയുടെ ഫണ്ടമെന്റൽ എന്ന് പറയാൻ പറ്റുന്ന, അപ്പൊ ഇന്ന് ചിലപ്പോൾ ചില പ്രാധാന്യം നമുക്ക് തോന്നാൻ സാധ്യതയില്ലാത്ത 4 നിയമങ്ങളുണ്ട്. ആ 4 നിയമങ്ങളെ നമ്മൾ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് എന്ന പേരിൽ അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ഹെഡിങ് അതാണ്. കെമിസ്ട്രിയിലെ ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ചില നിയമങ്ങളുണ്ട്. ആ 4 നിയമങ്ങളെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ 4 നിയമങ്ങളെ നമ്മൾ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്. അപ്പൊ ഇതില് ഒന്നാമത്തെ ലോയിലേക്ക് വരുന്ന നേരത്ത് ഇപ്പൊ ഒരു സാധാരണക്കാരൻ ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ടു ഫോം വാട്ടർ എന്ന് പറയുന്നിടത്ത് നമ്മൾ കെമിസ്ട്രിക്കാർക്ക് ചില സൂത്രങ്ങളുണ്ട്. ഒരു സാധാരണക്കാരൻ ഇത്രയും നീളത്തിൽ പറയണം, ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ടു ഫോം വാട്ടർ എന്ന് പറയണം. പക്ഷെ നമ്മൾക്കറിയാം ഹൈഡ്രജൻ എന്ന് റെപ്രസെന്റ് ചെയ്യാൻ നേരത്ത് H2 എന്ന് എഴുതിയാൽ മതി, കൂടെ ഓക്സിജൻ എന്ന് എഴുതാൻ നേരത്ത് O2 എന്ന് എഴുതിയാൽ മതി, വാട്ടർ എന്ന് എഴുതാൻ നേരത്ത് H2 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് ആദ്യമായി സംസാരിക്കുന്നത് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ആണ്. അതിൽ ആദ്യമായി സംസാരിക്കുന്നത് ഒരു ഇക്വേഷനെ പറ്റി പറയുന്നുണ്ട്. സാധാരണക്കാരൻ അല്ലെങ്കിൽ കെമിസ്ട്രി അറിഞ്ഞുകൂടാത്ത ഒരാള് ഹൈഡ്രജൻ റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ടു ഫോം വാട്ടർ എന്ന് പറയുന്ന സ്ഥാനത്ത് നമ്മൾ കെമിസ്ട്രിക്കാർ ഇങ്ങനെ എഴുതുള്ളൂ, H2 plus O2 gives H2 എന്ന് മാത്രമേ എഴുതുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ മാസ് ഒന്ന് പരിശോധിച്ചാൽ ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, അത് 1 ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ H2 ആകുന്ന സമയത്ത് അവിടുത്തെ മാസ് 2 ആയി. ഇനി ഓക്സിജന്റെ മാസ് 16 അറ്റോമിക് മാസ് 16 എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ O2 എന്ന് എഴുതുന്ന സമയത്ത് അവിടെ 32 ആയിട്ടുണ്ട്. ഇനി H2O എന്നറിയപ്പെടുന്ന വാട്ടറിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ H2 2 പ്ലസ് ഓക്സിജൻ 16 എല്ലാം കൂട്ടുമ്പോഴത്തേക്ക് 18 കിട്ടണം. അപ്പൊ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ നോക്കിയാൽ അറിയാം, അവിടെ റിയാക്ടന്റിന്റെ ടോട്ടൽ മാസ് 32 പ്ലസ് 2 ഈക്വൽ ടു 34 ആണ്. അതേസമയം പ്രോഡക്റ്റിന്റെ ടോട്ടൽ മാസ് അത് 18 ആണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഒരു ഇക്വേഷൻ എഴുതിയ സമയത്ത് അവിടെ ചെറിയൊരു പ്രശ്നം സംഭവിച്ചു. അത് വേറൊന്നുമല്ല, റിയാക്ടന്റിന്റെ മാസ് 34 ആണ്, പ്രോഡക്റ്റിന്റെ മാസ് 18 ഉള്ളെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സോ ഇതെങ്ങനെ പരിഹരിക്കാം എന്ന് ചോദിച്ചാൽ അവിടെ മാസ് ഓഫ് റിയാക്ടന്റും മാസ് ഓഫ് പ്രോഡക്റ്റും തുല്യമാവണം എന്ന് പറയുന്ന ഒരു നിയമം നമ്മുടെ കൈവശമുണ്ട്. ആ നിയമത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് ലോ ഓഫ് കൺസർവേഷൻ, സംരക്ഷിക്കുക ഓഫ് മാസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയണം. ആ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എങ്ങനെ പാലിക്കാം എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഇക്വേഷനിലെ ഞാൻ ഇവിടെ H2 ന് പകരം 2H2 എന്ന് കൊടുക്കുന്നു. അപ്പൊ അത് 2 × 2 4 ആയി. അതുപോലെ തന്നെ ഞാൻ ഇവിടെയും 2 കൊടുക്കുന്നു. അപ്പൊ 18 × 2 ഈക്വൽ ടു അവിടെ 36 ആയിട്ടുണ്ട്. ഇവിടെയും 32 പ്ലസ് 4 ഈക്വൽ ടു 36 ആയിട്ടുണ്ട്. സോ ഇപ്പൊ നോക്കിയാൽ അറിയാം, ഇടതുവശത്തും വലതുവശത്തും, അതായത് റിയാക്ടന്റിന്റെ മാസും പ്രോഡക്റ്റിന്റെ മാസും തുല്യമായി മാറുന്നു.
അപ്പൊ ഇങ്ങനെ റിയാക്ടന്റിന്റെ മാസും പ്രോഡക്റ്റിന്റെ മാസും തുല്യമാക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഫണ്ടമെന്റൽ നിയമം വിളിക്കുന്ന പേര് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയണം. ഓക്കെ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട് ദ്രവ്യ സംരക്ഷണ നിയമം എന്ന് പറയണം. അപ്പൊ അതനുസരിച്ച് അപ്പൊ ഞാനിപ്പോ എന്താണ് ഈ സൂത്രപ്പണി ചെയ്തതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, ഇക്വേഷനെ ബാലൻസ് ചെയ്തു എന്ന് ഓർമ്മിക്കുക. അപ്പൊ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ പരീക്ഷയ്ക്ക് വരാം. ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത് ഏത് നിയമം പാലിക്കാനാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയണം. ഓക്കെ, ഇനി ഈ നിയമം അവതരിപ്പിച്ച ആള് എല്ലായിടത്തും പറയുന്നത് പോലെ ആദ്യത്തെ ആള് നമ്മുടെ പ്രിയപ്പെട്ട ലാവോസിയാണ്. ലാവോസിയർ എന്നോ പറയുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അവതരിപ്പിച്ച ആളെന്ന് ഓർമ്മിക്കുക. ഓക്കെ, ശരി. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം ഉദ്ദേശിച്ചത് ആദ്യത്തെ ഹെഡിങ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് എന്നാണ്. അതിൽ ഒന്നാമത്തെ ലോ പഠിച്ചു, അത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. ഇനി എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആ പഴയ സ്റ്റേറ്റ്മെന്റ് ഓർമ്മയുണ്ട്. മാസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്ന് പറയുന്ന ഒരു നിയമം. മാസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നിർമ്മിക്കാൻ കഴിയില്ല, നോർ ബി ഡിസ്ട്രോയിഡ് ഡിസ്ട്രോയിഡ് നശിപ്പിക്കുവാനും കഴിയില്ല. മാസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് മാസിനെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല. ഓക്കെ, ഇനി മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ മാസ് ഓഫ് റിയാക്ടൻസ് ഈക്വൽ ടു മാസ് ഓഫ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാലും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിനകത്ത് വരുന്ന പോയിന്റുകൾ ഓർമ്മിക്കാം. ഒന്നാമത്തെ പോയിന്റ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ് എന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ്മെന്റ് ഇത്രയേ ഉള്ളൂ, മാസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അതൊരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, മാസ് ഓഫ് റിയാക്ടന്റ് ഈക്വൽ ടു മാസ് ഓഫ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാലും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇക്വേഷൻ ബാലൻസ് ചെയ്ത് ഉപയോഗിക്കുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ഇത് കണ്ടുപിടിച്ച ആള് അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അവതരിപ്പിച്ച ആള് നമ്മുടെ പ്രിയപ്പെട്ട ലാവോസിയാണ്. ഇനി ഇതിലൊരു എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ ഇങ്ങനെ ഇക്വേഷൻ എഴുതി കാണിച്ചു കൊടുത്തിട്ട് നമ്മുടെ റിയാക്ടന്റിന്റെ മാസ് ഈക്വൽ ടു 36 ആണ്, പ്രോഡക്റ്റിന്റെ മാസ് 36 ആണെന്ന് പറഞ്ഞ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ നിയമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഓക്കെ, ശരി. ഇനി രണ്ടാമത്തെ നിയമത്തിലേക്ക് വരാം. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു വളരെ പഴയ ഒരു കാര്യമാണ്. അപ്പൊ ഇന്ന് അതിനെപ്പറ്റി കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ അത്ര പുതുമ തോന്നാൻ സാധ്യതയില്ല. പക്ഷെ എന്നാലും അത് നമ്മുടെ കെമിസ്ട്രിയുടെ ഫണ്ടമെന്റൽ എന്നറിയപ്പെടുന്ന ഒരു നിയമമാണെന്ന് ഓർമ്മ വരണം. ഇന്ന് പുതുമ കുറഞ്ഞ ഒരു നിയമമാണ്, പക്ഷെ നമുക്കത് ഉപേക്ഷിക്കാൻ കഴിയില്ല. പിന്നെ ആ നിയമം നമുക്ക് വളരെ ഫണ്ടമെന്റൽ ആയിട്ട് പണ്ട് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതെന്താണെന്ന് ചോദിച്ചാൽ ചെറിയൊരു എക്സ്പെരിമെന്റ് നമുക്ക് പറഞ്ഞു നോക്കാം, ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ. പിന്നെ അതായത് ചെറിയൊരു കഥ തന്നെ പറയാം. അതായത് ഇപ്പൊ പഴയ ഒരു കാലമാണെന്ന് വെച്ചോ, 1850 ആണെന്ന് വെച്ചോ AD. അപ്പോ നമ്മൾ അന്ന് അമേരിക്ക എന്നറിയപ്പെടുന്ന രാജ്യത്തിൽ, അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കുക, ഇന്നത്തെ പോലത്തെ യാത്രാ സൗകര്യമൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, പിന്നെ പല ആൾക്കാരെയും നമ്മൾ കേരളത്തിൽ നിന്ന് പോലും അല്ലെങ്കിൽ തിരുവിതാംകൂറിൽ നിന്ന് നാട് കടത്തുന്നത് ചിലപ്പോൾ കൊച്ചിയിലോട്ടോ അല്ലെങ്കിൽ മലബാറിലോട്ടൊക്കെ ആയിരിക്കും. അപ്പൊ അത്രത്തോളം ബുദ്ധിമുട്ട്, യാത്രാ സൗകര്യങ്ങൾ ബുദ്ധിമുട്ടുള്ള സമയത്തുള്ള കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു കഥയാണ്, ആ കഥയായിട്ട് തന്നെ മനസ്സിലാക്കുക. അപ്പൊ അതില് അമേരിക്ക എന്ന പേരുള്ള രാജ്യത്ത് നിന്ന് കാർബൺ ഡയോക്സൈഡ് എന്നൊരു പേരുള്ള ഒരു വാതകം കൊണ്ടുവന്നു. അത് ഇതിനകത്ത് നിറച്ചു വയ്ക്കാം, കാർബൺ ഡയോക്സൈഡ്. 1850 കാലഘട്ടമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അതുപോലെ തന്നെയാണ് നമ്മൾ റഷ്യ എന്നറിയപ്പെടുന്ന രാജ്യത്ത് ചെന്നിട്ട് ഇതേ പേരുള്ള കാർബൺ ഡയോക്സൈഡ് എന്ന പേരുള്ള ഒരു വാതകം കൊണ്ടുവന്നു. അതുപോലെ നമ്മൾ ഇന്ത്യയിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് എന്ന പേരുള്ള ഒരു വാതകം കൊണ്ടുവന്നു. ഓക്കെ,
അപ്പോൾ വളരെ പഴയ ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ എങ്കിൽ നിങ്ങൾ ഓർമ്മിക്കുക, അന്നത്തെ കാലഘട്ടം അനുസരിച്ച് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഫോർമുല CO2 ആണ്. അതായത് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന കാർബൺ ഡൈ ഓക്സൈഡ് നിർമ്മിച്ചിരിക്കുന്നത് കാർബൺ എന്ന് പേരുള്ള ഓക്സിജൻ എന്ന് പേരുള്ള 2 എലമെന്റുകൾ കൊണ്ടാണ്. അതേപോലെ തന്നെയാണ് റഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന കാർബൺ ഡൈ ഓക്സൈഡ് നിർമ്മിച്ചിരിക്കുന്നത് കാർബണും ഓക്സിജനും കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് നിർമ്മിച്ചിരിക്കുന്നത് കാർബണും ഓക്സിജനുമാണെന്ന് അന്ന് ഒരു ശാസ്ത്രജ്ഞൻ തിരിച്ചറിഞ്ഞു. അതായത് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, സെയിം കോമ്പൗണ്ട് ആൾവേസ് കണ്ടെയ്ൻ സെയിം എലമെന്റ്സ്. അതായത് ഒരു കോമ്പൗണ്ട് സെയിം കോമ്പൗണ്ട് ആൾവേസ് കണ്ടെയ്ൻ സെയിം എലമെന്റ്സ്. അപ്പൊ ഇന്ന് നമുക്കറിയാം, ഇതൊന്നും ഒരു പുതുമയുള്ള കാര്യമില്ല. നമുക്കറിയാം ഒരു കോമ്പൗണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഒരേ എലമെന്റ് കൊണ്ടേ ഉണ്ടാക്കാൻ കഴിയുള്ളൂ അറിയാം. പക്ഷെ അന്ന് അതൊരു പുതുമയുള്ള വർത്തമാനമായിരുന്നു. ഒരേപോലത്തെ കോമ്പൗണ്ടുകൾ എപ്പോഴും ഒരേ എലമെന്റുകൾ കൊണ്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ പറഞ്ഞിരിക്കുന്ന ശാസ്ത്രജ്ഞന്റെ പേര് ജോസഫ് അഗസ്റ്റ് പ്രൗസ്റ്റ് എന്നാണ്. ജോസഫ് അഗസ്റ്റ് പ്രൗസ്റ്റ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ്. ജോസഫ് മറന്നാലും അഗസ്റ്റ് മറന്നാലും പ്രൗസ്റ്റ് എന്നൊരു വാക്ക് മറക്കരുത് എന്ന് ഓർമ്മിച്ചു വേണം. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കൺസെപ്റ്റ് ആണ്, നമുക്ക് എവിടെ ചെന്നാലും ശരി സെയിം കോമ്പൗണ്ട് ആൾവേസ് കണ്ടെയ്ൻ സെയിം എലമെന്റ്സ്. ഓക്കെ, അത് ഒരു ഭാഗം. ഇനി രണ്ടാമത്തെ ഭാഗം, അതിലെ രണ്ടാമത്തെ ഭാഗത്തില് നമ്മൾ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ്, കാർബണിന്റെ മാസ് 12ഉം ഓക്സിജന്റെ മാസ് 32ഉമാണ്. 16 ഗുണം 2. റഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ്, അറ്റോമിക് മാസ് 12:32. ഇന്ത്യയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ അറ്റോമിക് മാസും 12:32. സോ രണ്ടാമത്തെ ഭാഗം മാസിനെ പറ്റി പറയുന്നു. മാസ് റേഷ്യോയും ഫിക്സഡ് ആണ് എന്ന് പറയുന്നു. ഫിക്സഡ് അല്ലെങ്കിൽ ഡെഫിനിറ്റ് ആണ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആണ്. പ്രൊപ്പോർഷൻ, ലോ ഓഫ്. സോ നമുക്ക് ആ രണ്ടാമത്തെ നിയമത്തിനെ ഇങ്ങനെ വിളിക്കാം, ലോ ഓഫ് ഫിക്സഡ് പ്രൊപ്പോർഷൻ എന്നോ, പ്രൊപ്പോർഷൻ പ്രൊപ്പോർഷൻ എന്നോ, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്നോ, ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ എന്നൊക്കെ വിളിക്കാം. അപ്പോൾ എന്താണ് കോൺസ്റ്റന്റ് ആയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ അറ്റോമിക് മാസ് ആണ് കോൺസ്റ്റന്റ് ആയിരിക്കുന്നതെന്ന് ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ എങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ലോയുടെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇങ്ങനെ പറയാം. 2 ഭാഗങ്ങളുണ്ട് ആ സ്റ്റേറ്റ്മെന്റിൽ. സെയിം കോമ്പൗണ്ട് ആൾവേസ് കണ്ടെയ്ൻ സെയിം എലമെന്റ്സ് combined together by fixed proportion of mass. ഓക്കെ, അപ്പൊ 2 ഭാഗങ്ങളുണ്ട്. ഒരേപോലത്തെ കോമ്പൗണ്ടുകൾ ലോകത്ത് എവിടെ ചെന്നാലും ശരി അത് നിർമ്മിച്ചിരിക്കുന്നത് ഒരേ എലമെന്റുകൾ കൊണ്ടാണെന്നും ഇനി ആ പറഞ്ഞിരിക്കുന്ന എലമെന്റുകൾ കമ്പൈൻ ചെയ്യുന്ന മാസ് റേഷ്യോ ഫിക്സഡ് ആണ് എന്ന് പറയുന്ന ആ നിയമത്തിനെ വിളിക്കേണ്ട പേരാണ് ലോ ഓഫ് ഫിക്സഡ് പ്രൊപ്പോർഷൻ, അല്ലെങ്കിൽ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, അല്ലെങ്കിൽ ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ നിയമത്തിലേക്ക് വരാം. രണ്ടാമത്തെ നിയമത്തിൽ മാത്രം നമുക്ക് സംസാരിക്കാം. അതിലെന്തൊക്കെ നമുക്ക് മനസ്സിലാക്കണം. ശരി, നമുക്ക് നോക്കാം. രണ്ടാമത്തെ നിയമത്തിന്റെ പേര് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, അല്ലെങ്കിൽ ലോ ഓഫ് ഫിക്സഡ് പ്രൊപ്പോർഷൻ, അല്ലെങ്കിൽ ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ. ശരി, ഇനി അത് അവതരിപ്പിച്ച ആള് ജോസഫ് അഗസ്റ്റ് പ്രൗസ്റ്റ് ആണ്. അപ്പൊ അതിന് പ്രൗസ്റ്റ് എന്നൊരു വാക്കിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. കാരണം ജോസഫ് ഇതൊരു സാധാരണ വാക്കാണ്, അഗസ്റ്റും സാധാരണ വാക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രൗസ്റ്റ് എന്നൊരു വാക്ക് തന്നെ നിങ്ങൾ ഓർത്തിരിക്കുക. ജോസഫ് മറന്നാലും അഗസ്റ്റ് എന്ന് മറന്നാലും പ്രൗസ്റ്റ് എന്നൊരു വാക്ക് മറക്കാതിരിക്കുക. ഇനി മൂന്നാമത്തത് അതിന്റെ സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: സെയിം കോമ്പൗണ്ട് ആൾവേസ് കണ്ടെയ്ൻ സെയിം എലമെന്റ്സ് കമ്പൈൻഡ് ടുഗദർ ബൈ ഫിക്സഡ് പ്രൊപ്പോർഷൻ ഓഫ് മാസ് എന്ന് പറയാം. ഓക്കെ, അതായി. ഇനി അതിന്റെ എക്സാമ്പിൾ ചോദിച്ചാൽ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് വെച്ചിട്ട്, ഞാനിപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വെച്ച് തന്നെ പറയാം. കാർബൺ ഡൈ ഓക്സൈഡ് ആൾവേസ് കണ്ടെയ്ൻസ് കാർബൺ ആൻഡ് ഓക്സിജൻ കമ്പൈൻഡ് ടുഗദർ ബൈ ഫിക്സഡ് മാസ് റേഷ്യോ 12:32 എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ ആയി. കാർബൺ ഡൈ ഓക്സൈഡ് always contains carbon and oxygen combined together by fixed proportion of mass
12:32 എന്ന് പറഞ്ഞ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ആയി. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് വെച്ച് തന്നെ പറയണമെന്നില്ല. വേറൊരു എക്സാമ്പിൾ, ഇപ്പോൾ വാട്ടർ വെച്ച് പറഞ്ഞാൽ H2O വെച്ച് പറഞ്ഞാൽ water always contains hydrogen and oxygen combined together by mass ratio 2:16 എന്ന് പറഞ്ഞാലും മതി. അപ്പോൾ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്ത് വെച്ച് നിങ്ങൾ എക്സാമ്പിളും എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനിലെ രണ്ട് നിയമങ്ങളെ പറ്റി മനസ്സിലാക്കി. അപ്പൊ ഇനി നമ്മൾ മൂന്നാമത്തെ നിയമത്തിലേക്ക് പോകുന്നു. മൂന്നാമത്തെ നിയമത്തിൽ എന്താണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പൊ നിങ്ങൾക്ക് ചെറിയ ക്ലാസ്സിൽ ഇപ്പൊ ഞാനിപ്പോ കാർബണും ഹൈഡ്രജനും തന്നാൽ നിങ്ങൾ ഈ കാർബണും ഹൈഡ്രജനും ഉപയോഗിച്ച് എത്ര കോമ്പൗണ്ടുകൾ ഉണ്ടാക്കും എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ചെറിയ കുട്ടികൾ തന്നെ കാർബണും ഹൈഡ്രജനും ഉപയോഗിച്ച് CH4 മീഥേൻ, C2H6 ഈഥേൻ, പ്രൊപ്പേൻ, ബ്യൂട്ടേൻ, പെന്റേൻ, ഹെക്സേൻ, ഇനി C2H2 ഈഥൈൻ, C2H4 ഈഥീൻ, ഈ പ്രൊപ്പീൻ, ബ്യൂട്ടീൻ, പെന്റീൻ അതൊക്കെ അറിയാം. പിന്നെ C6H6 ബെൻസീൻ, നാഫ്തലീൻ, ആന്ത്രസീൻ പോലുള്ള ഇഷ്ടംപോലെ കോമ്പൗണ്ടുകൾ നിങ്ങൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരുപാട് കോമ്പൗണ്ടുകൾ ഉണ്ടാക്കും. അങ്ങനെ ഒരുപാട് കോമ്പൗണ്ടുകളുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും നമ്മൾ വിളിക്കുന്നത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറയാം. പ്രൊപ്പോർഷൻ, ലോ ഓഫ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരുപാട് കോമ്പൗണ്ടുകളുടെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്നൊരു വാക്കുകൊണ്ട് പറയാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചാൽ, നൈട്രജനും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്തിട്ട് NO, N2O, N2O3, N2O4 പോലുള്ള കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്നു. ഇത് ഏത് നിയമമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറയണം. വേറൊരു ക്വസ്റ്റ്യൻ, കാർബണും ഹൈഡ്രജനും കൂടെ ചേർന്നിട്ട് മീഥേൻ, ഈഥേൻ, പ്രൊപ്പേൻ പോലുള്ള ആൾക്കാർ ഉണ്ടാക്കുന്നു. ഇത് ഏത് നിയമം പാലിക്കാനാണ് എന്ന് ചോദിച്ചാൽ അവിടെ നിങ്ങൾക്ക് പറയാം ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പാലിക്കാനാണെന്ന് പറയാം. ഓക്കെ, ഇനി ഇതിനകത്ത് ഡെഫിനിഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു എക്സാമ്പിൾ എടുക്കുന്നു. അപ്പൊ യഥാർത്ഥം പറഞ്ഞാൽ ഇതാണ് കാര്യം. ഒരുപാട് കോമ്പൗണ്ട് ഫോർമേഷനായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന ഹെഡിങ്ങിനകത്ത് വരും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഡെഫിനിഷൻ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഞാനൊരു എക്സാമ്പിൾ എടുക്കാം. അവിടെ എടുക്കുന്ന രണ്ട് എലമെന്റുകൾ കാർബണും ഓക്സിജനും എടുത്തിട്ട് ഞാൻ രണ്ട് കോമ്പൗണ്ടുകൾ ഉണ്ടാക്കുന്നു, കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, അപ്പോൾ when two elements combined to form more than one compounds, അതായത് രണ്ട് എലമെന്റുകൾ ചേർന്നിട്ട് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഞാൻ ഡെഫിനിഷന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു എക്സാമ്പിൾ എടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരുപാട് കോമ്പൗണ്ടിന്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനകത്ത് വരുമെന്ന് ഓർക്കുക. ശരി, അപ്പൊ എങ്കിൽ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ കാർബണിന്റെ മാസ് 12, ഇവിടെയും 12, അതായത് മാസ് ഓഫ് one element is fixed. Okay, then അടുത്ത ആള് ഓക്സിജന്റെ മാസ് 16, ഇവിടെ ഓക്സിജന്റെ മാസ് 32, അതായത് ഓക്സിജന്റെ മാസ് റേഷ്യോ 16:32 അല്ലെങ്കിൽ 1:2. അതൊരു സിമ്പിൾ റേഷ്യോ ആണ്. ഓക്കെ, mass of one element is fixed, then mass ratio of other element is simple. Okay, അപ്പോൾ ഡെഫിനിഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നു, when two elements combined to form more than one compounds, അപ്പോൾ mass of one element is fixed, എന്നാൽ the mass ratio of other element is 16:32 is simple എന്ന് പറഞ്ഞാൽ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷന്റെ ഡെഫിനിഷൻ ആയെന്ന് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയെന്ന് ഓർത്തിരിക്കുക.
അപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന നിയമം അവതരിപ്പിച്ച ആള് നമ്മുടെ പ്രിയപ്പെട്ട ജോൺ ഡാൾട്ടൺ ആണെന്ന് ഓർമ്മ വേണം. ഓക്കെ, അപ്പോൾ ഞാൻ ഡെഫിനിഷൻ പറയുന്നു. അപ്പോൾ മൂന്നാമത്തെ നിയമത്തിലേക്ക് മാത്രം കാര്യങ്ങൾ പറയാം. മൂന്നാമത്തെ നിയമത്തിന്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ പറയണം ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. മൂന്നാമത്തെ നിയമം അവതരിപ്പിച്ച ആള് ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, അത് ജോൺ ഡാൾട്ടൺ ആണ്. ഇനി എന്താണ് മൂന്നാമത്തെ നിയമം എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ഒരുപാട് കോമ്പൗണ്ടുകളുടെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ്. പക്ഷേ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നു: when two elements combined to form more than one compounds, when two elements combined to form more than one compounds, then mass of one element is fixed, എന്നാൽ mass ratio of other element is simple എന്ന് പറയുക. ഇനി എക്സാമ്പിൾ ചോദിച്ചാൽ when carbon and oxygen combined to form carbon monoxide and carbon dioxide, the mass of carbon is fixed 12 ആണ്. then mass ratio of oxygen is 16:32 അല്ലെങ്കിൽ 1:2 which is simple എന്ന് പറഞ്ഞാൽ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആയെന്ന് ഓർക്കുക. ഓക്കെ, ശരി. അപ്പോൾ എങ്കിൽ 3 നിയമങ്ങൾ നിങ്ങൾക്കറിയാം. ഏതൊക്കെയാണ് ആ 3 നിയമങ്ങൾ? ഒന്നാമത്തെ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്നറിയപ്പെടുന്ന ഒന്നാമത്തെ നിയമം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. രണ്ടാമത്തത് ലോ ഓഫ് ഫിക്സഡ് അല്ലെങ്കിൽ ഡെഫിനിറ്റ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ. മൂന്നാമത്തെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. അവതരിപ്പിച്ച ആൾക്കാരുടെ പേരുകൾ: ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അവതരിപ്പിച്ചത് ലവോസി ആണ്. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അവതരിപ്പിച്ചത് പ്രൗസ്റ്റ് ആണ്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ അവതരിപ്പിച്ചത് ഡാൾട്ടൺ ആണ്. ഓക്കെ, അപ്പൊ ഇതില് ആദ്യത്തെ നിയമത്തിൽ അറ്റോമിക് മാസിനെ പറ്റി സംസാരിക്കുന്നു. രണ്ടാമത്തെ നിയമത്തിലും അവിടെ മാസ് റേഷ്യോയെ പറ്റി സംസാരിക്കുന്നു. അപ്പൊ അവിടെയും മാസിനെ പറ്റി സംസാരിക്കുന്നു. മൂന്നാമത്തെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനകത്തും മാസ് റേഷ്യോ സിമ്പിൾ എന്നാണ് പറയുന്നത്. അപ്പൊ 3 നിയമത്തിന്റെ പൊതുവായ ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ അറ്റോമിക് മാസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ എങ്കിൽ നാലാമത്തെ ഒരു നിയമം കൂടെയുണ്ട്, അതും കൂടെ നമുക്ക് പഠിക്കാം. അതിനുവേണ്ടി ഒരു എക്സാമ്പിൾ നൈട്രജൻ. നൈട്രജൻ സോളിഡ് ആണോ ലിക്വിഡ് ആണോ ഗ്യാസ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം ഗ്യാസ് ആണ്. പ്ലസ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ സോളിഡ് ആണോ ലിക്വിഡ് ആണോ ഗ്യാസ് ആണെന്ന് ചോദിച്ചാൽ അത് ഗ്യാസ് ആണ്. അമോണിയ. അമോണിയ സോളിഡ് ആണോ ലിക്വിഡ് ആണോ ഗ്യാസ് ആണോ എന്ന് ചോദിച്ചാൽ അതും ഗ്യാസ് ആണ്. ഓക്കെ, ഇക്വേഷൻ എന്ന് ബാലൻസ് ചെയ്താൽ 3:2. ശരി. അപ്പൊ എങ്കിൽ ഇവിടുത്തെ പ്രത്യേകത, നാലാമത്തെ നിയമത്തിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. അത് വേറൊന്നുമല്ല, അവിടെ റിയാക്റ്റൻസ് ഗ്യാസ് ആയിരിക്കണം. സോ ഗ്യാഷ്യസ് റിയാക്റ്റൻസ്. പ്രോഡക്റ്റ് ഗ്യാസ് ആയിരിക്കണം. ഗ്യാഷ്യസ് പ്രോഡക്റ്റ്. അങ്ങനെ ഒരു കണ്ടീഷൻ അവിടെ ഉണ്ട്. എങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ നമ്പർ, ഇവിടെ 1 എന്ന് എഴുതിയിട്ടുണ്ട്, ഇവിടെ 3 എന്ന് എഴുതിയിട്ടുണ്ട്, ഇവിടെ 2 എന്ന് എഴുതിയിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന നമ്പറിനെ നമുക്ക് വോളിയം എന്ന് വിളിക്കാം. വോളിയം. ഇപ്പൊ റിയാക്റ്റന്റും ഗ്യാസ് ആണ്, പ്രോഡക്റ്റും ഗ്യാസ് ആണെങ്കിൽ ഈ കൂടെയുള്ള നമ്പർ വോളിയമാണ്. ആ വോളിയത്തിന്റെ റേഷ്യോ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അത് 1:3:2 ആണ്. അതൊരു സിമ്പിൾ റേഷ്യോ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ 3 നിയമങ്ങളും അറ്റോമിക് മാസിനെ പറ്റി പറയുന്നുവെങ്കിൽ അവസാനം പറഞ്ഞിരിക്കുന്ന നിയമം അത് വോളിയത്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, റിയാക്റ്റന്റ് ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആയിരിക്കണം, പ്രോഡക്റ്റ് ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആയിരിക്കണം. അപ്പൊ എങ്കിൽ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയാം: when gaseous reactants combined to form gaseous product, when gaseous reactants combined to form gaseous product, എന്നാൽ the ratio of volume is simple എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആയി. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേര് ലോ ഓഫ് കമ്പൈനിങ് വോളിയം എന്ന് പറയാം. ഇത് അവതരിപ്പിച്ച ആള് ഗേ-ലുസാക്ക് ആണ്. ഓക്കെ, അപ്പൊ 4 നിയമങ്ങളെ പറ്റിയും നമ്മൾ പറഞ്ഞു. അപ്പൊ കെമിസ്ട്രിയുടെ ഫണ്ടമെന്റ് എന്നറിയപ്പെടുന്ന 4 നിയമങ്ങളെ പറ്റി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അവസാനം പറഞ്ഞ ഗേ-ലുസാക്കിന്റെ നിയമം മാത്രം നമുക്ക് പരിശോധിക്കാം. ആ നിയമത്തിന്റെ പേര് ലോ ഓഫ് കമ്പൈനിങ് വോളിയം. അവതരിപ്പിച്ച ആള് ഗേ-ലുസാക്ക് ആണ്. കണ്ടീഷൻ ഇതാണ്: ഗ്യാഷ്യസ് റിയാക്റ്റന്റ് ആയിരിക്കണം, പ്രോഡക്റ്റും ഗ്യാഷ്യസ് ആയിരിക്കണം, എങ്കിൽ അവരുടെ വോളിയം റേഷ്യോ സിമ്പിൾ ആണെന്ന് പറയുന്ന ഒരു നിയമം. ഓക്കെ, അപ്പോൾ 4 നിയമങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഓക്കെ, എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല്
നാല് നിയമങ്ങളുടെ പേര് ഓർത്തു വയ്ക്കുക. ഒന്നാമത്തത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, രണ്ടാമത്തെ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, മൂന്നാമത്തെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, നാലാമത്തെ ലോ ഓഫ് കമ്പൈനിങ് വോളിയം. പിന്നെ ഗെലൂസാക്ക്, ഡോൾട്ടൺ, പ്രൗസ്റ്റ്, ലവോസിയർ. സ്റ്റേറ്റ്മെന്റുകൾ, എല്ലാ സ്റ്റേറ്റ്മെന്റും എളുപ്പമുള്ളതാണ്. പക്ഷെ ഇത് ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മറന്നു പോകാൻ സാധ്യതയുണ്ട്. എളുപ്പമായിട്ടുണ്ട്, ഒരുപാട് എളുപ്പമായതുകൊണ്ട് മറക്കാൻ സാധ്യതയുണ്ട്. സെയിം കോമ്പൗണ്ട് ആൾവേസ് കണ്ടെയ്ൻ സെയിം എലമെന്റ്സ് കമ്പൈൻഡ് ടുഗദർ ബൈ ഫിക്സഡ് പ്രൊപ്പോർഷൻ ഓഫ് മാസ് എന്നൊക്കെ പറയാം. ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത് കൺസർവേഷൻ ഓഫ് മാസ് പാലിക്കാനാണ്. പിന്നെ വോളിയമായിട്ട് ബന്ധപ്പെട്ട നിയമം ലോ ഓഫ് കമ്പൈനിങ് വോളിയമാണ്, ഗെ-ലുസാക്ക് അവതരിപ്പിച്ചതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാം. അപ്പൊ നിങ്ങൾ ഇപ്പോൾ പഠിച്ചു വെച്ചിരിക്കുന്നത് 4 നിയമങ്ങളെ പറ്റി, 4 നിയമങ്ങൾ അവതരിപ്പിച്ച ആളുടെ പേര് അറിയാം, 4 നിയമങ്ങളുടെ സ്റ്റേറ്റ്മെന്റുകൾ അറിയാം, 4 നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡയറക്റ്റ് ചോദ്യങ്ങൾ അറിയാം, പിന്നെ അതുപോലെ തന്നെ എക്സാമ്പിൾസും 4 നിയമങ്ങളുടെ എക്സാമ്പിൾസും പഠിക്കാം. ഓക്കെ, ഇന്ന് ഇതുമായിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ 1-2 കാര്യങ്ങളോടെ ഇന്ന് പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനിൽ ഉൾപ്പെട്ട് വരുന്നതല്ല, എന്നാലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് വരുന്ന മറ്റൊരു നിയമം കൂടെ ഉണ്ട്. അപ്പൊ അതിനെപ്പറ്റി പറയാം. അപ്പൊ അതിനുവേണ്ടി ഞാൻ 5 ലിറ്റർ ഓക്സിജൻ എടുത്തു എന്ന് വെച്ചു. അതുപോലെ തന്നെ 5 ലിറ്റർ ഹൈഡ്രജൻ എടുത്തു എന്ന് വെച്ചു. അപ്പൊ അതായത് വോളിയം സെയിം ആണ്, പക്ഷെ ഗ്യാസുകൾ വ്യത്യസ്തമാണ്. ഇനി ഈ പറഞ്ഞ കാര്യത്തിനെ ഞാൻ സെയിം ടെമ്പറേച്ചറിലും പ്രഷറിലും വയ്ക്കുന്നു. ശരി, അപ്പൊ ഇവിടുത്തെ പ്രത്യേകത ഗ്യാസ് ഡിഫറൻ്റ് ആണ്, അത് വലുപ്പത്തിലൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷെ വോളിയം സെയിം ആണ്, ടെമ്പറേച്ചർ സെയിം ആണ്, പ്രഷർ സെയിം ആണ്. എങ്കിൽ ഈ 5 ലിറ്റർ ഓക്സിജനകത്ത് ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഒരു 5 ലക്ഷം, എണ്ണമൊന്നും കറക്റ്റ് അല്ല ഞാൻ പറഞ്ഞത്, 5 ലക്ഷം ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ സൈസ് ഒന്നും പ്രശ്നമല്ല, ഈ പറഞ്ഞിരിക്കുന്ന 5 ലിറ്റർ ഹൈഡ്രജനകത്തും 5 ലക്ഷം ഹൈഡ്രജൻ മോളിക്യൂൾസ് ഉണ്ടായിരിക്കും എന്ന് ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഈക്വൽ വോളിയം ഓഫ് ഡിഫറെന്റ് ഗ്യാസസ് അണ്ടർ ദ സെയിം കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയണം. അതായത് 2 വ്യത്യസ്ത ഗ്യാസ് ആണെങ്കിലും ഒരേ വ്യാപ്തവും ഒരേ ടെമ്പറേച്ചറും ഒരേ പ്രഷറും ആണെങ്കിൽ ഇതിനകത്ത് കാണുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ എണ്ണവും ഇതിനകത്ത് കാണുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ എണ്ണവും സെയിം ആണ് എന്ന് പറയുന്ന ഒരു ലോ ഉണ്ട്. അത് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ വരുന്നതല്ല, അല്ലാതെ ഒരു നിയമമാണ്. അത് നമ്മൾ വിളിക്കുന്ന പേര് അവോഗാഡ്രോസ് ലോ എന്ന് പറയണം. ഓക്കെ, അപ്പൊ അവോഗാഡ്രോസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറഞ്ഞു. ഈക്വൽ വോളിയം ഓഫ് ഡിഫറെന്റ് ഗ്യാസസ് അണ്ടർ ദ സെയിം കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ അത് അവോഗാഡ്രോസ് ലോ ആയി. സോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിട്ട് ബന്ധപ്പെട്ട നിയമമാണ് അവോഗാഡ്രോസ് ലോ എന്ന് ഓർക്കുക. ഓക്കെ, ഇനി ഇത് കൂടാതെ നമുക്ക് ഡാൾട്ടന്റെ അറ്റോമിക് തിയറി ഓർമ്മിക്കുക. അതും ചെറിയ ക്ലാസ്സിൽ എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. അത് മാറ്ററിന്റെ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസിനെ ആറ്റംസ് എന്ന് പറയണമെന്നും ആറ്റംസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്നൊക്കെ പറയുന്ന ചെറിയ കാര്യങ്ങളാണ്. ആ കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. പക്ഷെ എന്നാലും പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂല് അതിൽ നിന്നും നമുക്ക് പ്രാധാന്യമുണ്ട്. ഡാൾട്ടൺ അറ്റോമിക് തിയറിയുടെ പോസ്റ്റുലേറ്റുകൾ ഏതൊക്കെയാണ്, പോസ്റ്റുലേറ്റുകൾ എന്ന് വെച്ചാൽ നിഗമനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പറയേണ്ടത്. പിന്നെ ഒന്നാമത്തത് മാറ്ററിന്റെ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസിനെ മുറിക്കാൻ പറ്റാത്തത്ര ചെറുത് നിറത്തില് ആറ്റംസ് എന്ന് പറഞ്ഞിരുന്നു. ഇനി നമുക്കറിയാം അതിന്റെ നിയമം അനുസരിച്ച് ആറ്റം ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അതൊക്കെ ശരിയോ തെറ്റോ എന്നൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാലും ഈ പറഞ്ഞിരിക്കുന്ന നിയമത്തിന്റെ പോസ്റ്റുലേറ്റുകൾ ഇത് രണ്ടുമാണ്. ആറ്റം ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഓക്കെ, അപ്പൊ നമ്മൾ അവസാനം പറഞ്ഞ കാര്യം 2 കാര്യങ്ങളാണ്. ഒന്ന് അവോഗാഡ്രോസ് ലോ ആണ്, മറ്റൊന്ന് ഡാൾട്ടന്റെ അറ്റോമിക് തിയറിയാണ്. അവോഗാഡ്രോസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് എന്താണ് എന്ന് ചോദിച്ചാൽ പറയും. ഈക്വൽ വോളിയം ഓഫ് ഡിഫറെന്റ് ഗ്യാസസ് അണ്ടർ ദ സെയിം കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ അത് അവോഗാഡ്രോസ് ലോ ആയി.
ഇനി ഡോൾട്ടന്റെ അറ്റോമിക് തിയറി എന്താണെന്ന് ചോദിച്ചാൽ പറയേണ്ടത് ഇന്ന് നമുക്ക് പ്രസക്തിയൊന്നുമില്ല, പക്ഷെ എന്നാലും പരീക്ഷയ്ക്ക് അത് പ്രാധാന്യമുണ്ട്. മാറ്ററിന്റെ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസിനെ ആറ്റംസ് എന്ന് പറയണം. ആറ്റംസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്ന് പറഞ്ഞാൽ ഡോൾട്ടന്റെ അറ്റോമിക് തിയറിയുടെ പോസ്റ്റുലേറ്റുകളായെന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഓർമ്മിച്ചത് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനും പിന്നെ അതിന്റെ പുറത്ത് വരുന്ന രണ്ട് കാര്യങ്ങളാണ്, അവഗാഡ്രോയും അതുപോലെ തന്നെ ഡോൾട്ടന്റെ അറ്റോമിക് തിയറിയും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നല്ലവണ്ണം എഴുതി പഠിക്കുക. പരീക്ഷയ്ക്കും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ശാസ്ത്രജ്ഞന്മാരുടെ പേരും ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനും സ്റ്റേറ്റ്മെന്റുകളും ഒക്കെ പരീക്ഷയ്ക്ക് മാറി മാറി ചോദിക്കാറുണ്ടെന്ന് ഓർമ്മിച്ചോണം. സോ നല്ലവണ്ണം പഠിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.